സഹോദരന്മാരെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന പ്രവാചകന്റെ വചനങ്ങളെല്ലാം വലിയ ഗുണപാഠങ്ങളാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത, പ്രവാചക ജീവിതത്തിൽ സഹാബികൾക്കിടയിൽ ഉണ്ടാകുന്ന ഏതൊരു സംഭവത്തെയും നമുക്ക് ഗുണപാഠമുള്ള രൂപത്തിൽ പഠിപ്പിച്ചു നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രീതിയായിരുന്നു. അത്തരത്തിൽ നമ്മൾക്ക് പ്രവർത്തനങ്ങളിൽ ഏറെ ഊർജ്ജസ്വലത നൽകുന്ന ഒരു സംഭവം ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സിൽസിലയിലും മറ്റു മുഹദ്ദിസുകൾ പല ഗ്രന്ഥങ്ങളിലും കൊണ്ടുവന്ന ഹദീസ് നമുക്ക് ഇപ്രകാരം കാണാൻ സാധ്യമാകും. ഒരു അറാബിയായ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു, സൽ ഹാജതക്, നീ നിന്റെ ആവശ്യം ചോദിച്ചു കൊള്ളുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ ആവശ്യം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, നാഖത്തുൻ തർകബുഹാ വഅഅനുസുൻ യഹ്ലുബുഹാ അഹ്ലി, എനിക്ക് വേണ്ടത് സഞ്ചരിക്കാൻ ഒരു മുന്തിയ ഒട്ടകവും എന്റെ കുടുംബത്തിന് പാല് കറക്കാൻ മാത്രമുള്ള ഒരു ആടുമാണ് എനിക്ക് ആവശ്യം, അഥവാ തീർത്തും ഭൗതികമായ ആവശ്യമാണ് ആ സഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ എല്ലാവരോടുമായി കൊണ്ട് പറയുകയാണ്, അഅജസ്തും അൻ തകൂനു മിസ്ല അജൂസ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായീലിൽപ്പെട്ട ഒരു കിഴവി, ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീ, അവർ ചോദിച്ച പോലെ ചോദിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ദുർബലരായിരിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയുന്നില്ലല്ലോ, അതല്ലെങ്കിൽ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു സ്ത്രീ ചോദിക്കുന്നത് പോലെ നിങ്ങൾക്ക് ചോദിച്ചുകൂടായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ആ സന്ദർഭത്തിൽ സഹാബികൾ എല്ലാവരും ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ അജൂസു ബനി ഇസ്രായേൽ, ഏതാണ് ബനൂ ഇസ്രായേലിൽപ്പെട്ട ആ കിഴവി, ആ വയസ്സായ പ്രായം എന്ന സ്ത്രീ ആരാണ് റസൂലെ, എന്താണ് അവരുടെ പ്രത്യേകത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലത്തുണ്ടായ ഒരു സംഭവം വിശദമായി സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പരിവാരങ്ങളോടൊപ്പം വിശ്വാസികളോടൊപ്പം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മിസ്റിൽ നിന്ന് യാത്ര പോകുന്ന സന്ദർഭത്തിൽ, ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ അവർ രാത്രിയായിരുന്നു യാത്ര പുറപ്പെട്ടിരുന്നത്. അവർ യാത്ര പോകവേ അവർക്ക് പരിചിതമായ സ്ഥലം പോലും അവർക്ക് വഴി തെളിയാത്ത, വെളിച്ചം വരാത്ത ഒരവസ്ഥാവിശേഷം അവിടെ ഉണ്ടായി. സഞ്ചരിക്കുമ്പോഴെല്ലാം അവർക്ക് വഴി തെറ്റുന്നു, അവർക്ക് അവരുടെ വഴി വ്യക്തമായി കാണാൻ സാധ്യമാകുന്നില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആശങ്കയായി എങ്ങനെയാണ് യാത്ര മുന്നോട്ട് പോവുക എന്ന്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ, ബനൂ ഇസ്രായേലിയുടെ കൂട്ടത്തിൽ വിവരമുള്ള ഉലമാക്കളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഇന്ന യൂസുഫ അലൈഹി സ്വലാത്തു വസ്സലാം ലമ്മാ ഹളറഹുൽ മൗതു അഖദ അലൈനാ മൗസിഖൻ മിനല്ലാഹി അല്ലാ നഖ്റുജ മിൻ മിസ്റ ഹത്താ നൻഖുല ഇളാമഹു മഅനാ. നിശ്ചയമായും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോട് ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്. ബനൂ ഇസ്രായേലിനോട്, നമ്മളോട് മുൻഗാമികളായ ആളുകളോട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്. എന്താണ് ആ കരാർ? നിങ്ങൾ ബനൂ ഇസ്രായേലിയർ മിസ്ർ വിട്ട് യാത്ര പോകുന്നുണ്ടെങ്കിൽ എന്റെ ഭൗതിക ശരീരവുമായി കൊണ്ടല്ലാതെ നിങ്ങൾ യാത്ര പോകരുത് എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോട് കരാർ വാങ്ങിയിട്ടുണ്ട്. മരണപ്പെട്ട് മറമാടിയതിന് ശേഷമുള്ള യൂസുഫ് നബിയുടെ ഭൗതിക ശരീരവും ഏറ്റിക്കൊണ്ടല്ലാതെ നിങ്ങൾ മിസ്ർ വിട്ട് പോകരുത് എന്ന് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോട് കരാർ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മിസ്ർ വിട്ട് പോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭൗതിക ശരീരവുമായി കൊണ്ടല്ലാതെ നമ്മൾക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എങ്കിൽ എവിടെയാണ് യൂസുഫ് നബിയുടെ ഭൗതിക ശരീരം എന്ന് അന്വേഷിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ആർക്കും അതറിയില്ല, ഒരാൾക്കും അതറിയില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇന്ന സ്ഥലത്തുള്ള അജൂസത്തായ, കിഴവിയായ, പ്രായം ചെന്ന ഒരു സ്ത്രീക്കല്ലാതെ വേറെ ഒരാൾക്കും ഇപ്പോൾ യൂസുഫ് നബിയുടെ ഭൗതിക ശരീരം എവിടെയാണുള്ളതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയും സംഘവും ആ വൃദ്ധയായ സ്ത്രീയെ അന്വേഷിച്ചു കൊണ്ടുപോവുകയാണ്. ആ വൃദ്ധയായ സ്ത്രീ അന്വേഷിച്ചു പോയി അവസാനം ആളെ കണ്ടെത്തിയിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, എവിടെയാണ് യൂസുഫ് നബിയുടെ ഭൗതിക ശരീരം ഉള്ളത് എന്ന്. ഒരു പ്രവാചകനും സംഘവും
ഒന്നാകെ വന്ന് അവർക്ക് നാട് വിട്ടു പോകാൻ വേണ്ടിയുള്ള എളുപ്പവഴിക്ക്, അതും മുൻകഴിഞ്ഞ ഒരു പ്രവാചകന്റെ കരാറ് പൂർത്തീകരിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞത്, ആ പ്രവാചകനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകുകയില്ല ഹത്താ തുഅ്തിയനി ഹുക്മി, നിങ്ങൾ എന്റെ ആഗ്രഹം പൂർത്തീകരിച്ച് നൽകും വരെ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരൂല എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, വമാ ഹുക്മുക്കി, എന്താണ് നിന്റെ ആവശ്യമെന്ന്. അപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞത്, അകൂനു മഅക ഫിൽ ജന്ന, എനിക്ക് താങ്കളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണം, അതാണ് എന്റെ ആഗ്രഹമെന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, വൃദ്ധയായ ഒരു സ്ത്രീ, അവർ അങ്ങേയറ്റം പ്രായമെത്തിയിട്ടുണ്ട്. അപ്പോഴും ഒരു പ്രവാചകനും സംഘവും നാടുവിടാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ തന്റെ ആഗ്രഹം പരിപൂർണമായും നേടിയെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പ് കിട്ടാതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകില്ല എന്ന് പറയുകയാണ്. എന്താണ് അവരുടെ ആഗ്രഹം? ഭൗതികമായ ഒരു ആഗ്രഹവുമില്ല, ഭൗതികമായ ആശയം അവർക്കില്ല. എന്റെ മക്കളുടെ കാര്യം, എന്റെ കുടുംബത്തിന്റെ കാര്യം, എന്റെ സമ്പത്തിന്റെ കാര്യം എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരു കാര്യവും ആ സ്ത്രീ ചോദിക്കുന്നില്ല. ആ സ്ത്രീക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഹുക്മി അൻ അകൂന മഅക ഫിൽ ജന്ന, താങ്കളുടെ കൂടെ സ്വർഗത്തിൽ എനിക്ക് പ്രവേശിക്കണം എന്നുള്ളത് മാത്രമാണ് എന്റെ ആഗ്രഹമെന്ന്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ പ്രയാസപ്പെട്ടു. കാരണം ഒരാൾക്കും സ്വർഗം നൽകുക അല്ലെങ്കിൽ സ്വർഗം കൊണ്ട് ഉറപ്പ് കൊടുക്കുക എന്നത് ഒരു പ്രവാചകന്റെ കടമയല്ല, പ്രവാചകന്റെ മേലുള്ള കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്, മൂസാ നബിക്ക് അറിയിച്ചു കൊടുക്കുകയാണ് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞുകൊള്ളുക എന്ന്. അപ്പോഴാണ് ആ സ്ത്രീ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും സംഘത്തിനും യൂസുഫ് നബിയുടെ ഭൗതിക ശരീരം എവിടെയാണുള്ളത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, കാണിച്ചു കൊടുക്കുന്നത്. സഹോദരിമാരെയും നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഈ രൂപത്തിൽ എന്താവശ്യം വരുമ്പോഴും ഭൗതികമായ ഏതാവശ്യങ്ങൾക്കും അപ്പുറത്ത് പാരത്രികമായ ആവശ്യം, പരലോകമെന്ന ആ ലക്ഷ്യം, സ്വർഗമെന്ന ആ ഒരു ലക്ഷ്യം കൊണ്ടു നടക്കുവാൻ നമ്മൾക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ആ ആഗ്രഹവും സ്വപ്നവും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റവും ഊർജ്ജസ്വലമായി കൊണ്ട് ചെയ്യാൻ നമുക്ക് കഴിയുക. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്, മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഈ കർമ്മങ്ങളൊന്നും ഒരു റൂഹില്ലാത്ത, ആത്മാവില്ലാത്ത, അന്തസ്സത്ത ഉൾക്കൊള്ളാത്ത രൂപത്തിലായിത്തീരുന്ന അവസ്ഥാവിശേഷമുണ്ട്. നമസ്കരിക്കാൻ പള്ളിയിലേക്ക് എത്തുമ്പോൾ, ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ പോലും ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി നമസ്കരിക്കുന്ന ഒരവസ്ഥാവിശേഷം നമുക്കുണ്ടാകാറുണ്ട്. വെള്ളിയാഴ്ച ദിവസം മാത്രം നമുക്ക് ലഭിക്കുന്ന ജുമുഅ നമസ്കാരങ്ങൾക്ക് പോലും നേരത്തെ പള്ളിയിലെത്തണം, പ്രതിഫലം കരസ്ഥമാക്കണം എന്ന ചിന്ത പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. എപ്പോഴെങ്കിലും ഒക്കെ പള്ളിയിലേക്ക് എത്തുന്ന അവസ്ഥാവിശേഷം, അല്ലെങ്കിൽ നന്മകളുടെ വിഷയത്തിൽ അത് എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മതി എന്ന രൂപത്തിൽ ആർക്കോ വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മൾക്കായിത്തീരാറുണ്ട്. ഇത് മാറുവാൻ, അന്തസ്സത്തെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ, ഊർജ്ജസ്വലമായ രൂപത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ബനൂ ഇസ്രായേലിലെ ഈ വൃദ്ധയായ സ്ത്രീ ആഗ്രഹിച്ചതുപോലെ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കാൻ മാത്രം കഴിഞ്ഞാലും മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിച്ചു കൊടുത്ത ശേഷം റസൂലുള്ളാഹിയുടെ സഹാബികൾ അവരുടെ ആഗ്രഹം പിന്നീട് ഏത് സന്ദർഭത്തിലും സ്വർഗം മാത്രമായിരുന്നുവെന്ന് കാണുവാൻ സാധ്യമാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു, ആ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടു കൊടുക്കുകയും അത് പ്രവാചകന് ഇഷ്ടപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് ചോദിച്ചു, സൽ ഹാജതക്, റബീഅ നിന്റെ ആവശ്യം ചോദിച്ചു കൊള്ളുക. നേരത്തെ അറാബിയായ മനുഷ്യനോട് ചോദിച്ച അതേ ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഅയോട് ചോദിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ആ സഹാബി കൊടുത്ത മറുപടി, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, റസൂലേ എന്റെ ആഗ്രഹം താങ്കളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത് മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയുകയാണ്. സഹോദരിമാരെ, ഈ രൂപത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് മുന്നേറുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. ആ സ്വർഗം ആഗ്രഹിച്ച് മുന്നേറുന്ന സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ താല്പര്യം നമ്മൾക്കുണ്ടാകും. അതിനേക്കാൾ അപ്പുറത്ത് ഒരു പ്രവർത്തനം കഴിഞ്ഞാൽ എന്റെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുമോ എന്ന ബേജാറ്, ഒരു വേദന, ഒരു പ്രയാസം നമ്മുടെ മനസ്സിലുണ്ടായിത്തീരും. അതുണ്ടാകുന്നവർ മാത്രമാണ് വിശ്വാസികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിന്റെ 57 മുതൽ 61 വരെയുള്ള വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഈ കാര്യമാണ്. ഇന്നല്ലദീന ഹും മിൻ ഖശീതി റബ്ബിഹിം മുശ്ഫിഖൂൻ,
അക്കൂട്ടർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഭയവിഹ്വലരായിക്കൊണ്ട് ഹൃദയം പിടച്ചുകൊണ്ട് ബേജാറാകുന്ന ആളുകളാണ് അത്തരം ആളുകൾ. വല്ലദീനഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളിൽ അവർക്ക് പരിപൂർണമായ വിശ്വാസമുണ്ടാകും. വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അത്തരം ആളുകൾ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവരായിരിക്കും. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർന്ന് നൽകുന്ന കാര്യങ്ങൾ അവർക്ക് അവരുടെ ഏതൊരു വിഷയത്തിലും അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുന്നവരായിരിക്കും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ എന്ന ചിന്തയിൽ ഹൃദയം നടുങ്ങുന്ന ബേജാറാകുന്ന ആളുകളായിരിക്കും അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയുണ്ടായി. ഈ ആയത്തിറക്കിയപ്പോൾ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരേ, അഹുമുല്ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ, റസൂലേ, വിശ്വസിക്കുന്നതോടൊപ്പം സൽക്കർമ്മം പ്രവർത്തിക്കുന്നതോടൊപ്പം വ്യഭിചരിക്കുകയും കള്ളുകുടിക്കുകയും പിന്നെ അതേപോലെ തന്നെ മോഷണം നടത്തുകയും ചെയ്യുന്നവരായ മക്കയിലുള്ള മദീനയിലുള്ള അത്തരം ആളുകളെ കുറിച്ചല്ലേ അല്ലാഹുവിന്റെ റസൂലേ അല്ലാഹു ഈ പറഞ്ഞത്? തങ്ങളെ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഹൃദയം നടുങ്ങുന്നവർ എന്ന് പറഞ്ഞത് അവരെ കുറിച്ചല്ലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് മറുപടി, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, അബൂബക്കറിന്റെ മകളെ അല്ല. കള്ളുകുടിക്കുന്ന മോഷ്ടിക്കുന്ന ആളുകളെ കുറിച്ചല്ല ഹൃദയം നടുങ്ങുന്നവരെന്ന് അള്ളാഹു പഠിപ്പിച്ചത്. മറിച്ച് വലാകിന്നഹുമുല്ലദീന യസൂമൂൻ, അവർ നോമ്പെടുക്കുന്നവരാണ്, വയുസല്ലൂൻ, അവർ നമസ്കരിക്കുന്നവരാണ്, വയതസദ്ദഖൂൻ, അവർ സ്വതക്ക നൽകുന്നവരാണ്, വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും ഉലൈക അല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ആ ആളുകൾ എന്ന് പറഞ്ഞാൽ വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, അവർ നമസ്കരിക്കുന്നുണ്ട്, അവർ നോമ്പെടുക്കുന്നുണ്ട്, അവർ സ്വതക്ക നൽകുന്നുണ്ട്, അതോടൊപ്പം അവരുടെ ഹൃദയത്തിലുള്ള ബേജാറ് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്നും സ്വീകരിക്കുമോ എന്നാണ്. ഞാൻ ചെയ്ത നമസ്കാരം, ഞാൻ നിർവഹിച്ച നമസ്കാരം അതെന്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന പേടി അവർക്കുണ്ടാകും. സ്വതക്ക നൽകി കഴിഞ്ഞാൽ അത് ആളുകളെ കാണിക്കാൻ വേണ്ടി ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന്, ഞാൻ ആളുകൾക്ക് കൈമയെ മറന്ന് കൊടുക്കുന്നവനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അത് 1 രൂപയായിരുന്നാലും 10,000 ഞാൻ നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന ബേജാറ് അവരുടെ മനസ്സിലുണ്ടാകും. അവരെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, ആ ആളുകളാണ് നന്മകളിൽ മുന്നേറിയവർ, മത്സരിച്ചവർ, വഹും സാബിഖൂൻ, അവർ വിജയിക്കും, അവർ മുൻകടന്നു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ കൂട്ടത്തിലായി തീരുവാനാണ് നമ്മൾക്ക് സാധ്യമാകേണ്ടത്. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഈ ചെയ്ത പ്രവൃത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്നും സ്വീകരിക്കുമോ എന്ന ബേജാറ് നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ കഴിയണം. അപ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ധാരാളമായി ചെയ്യാൻ സാധ്യമാകുന്നത്. ആ ചിന്തയുണ്ടായത് കൊണ്ടാണ് റസൂൽ അടുക്കിലേക്ക് സഹാബികൾ പല ആവശ്യങ്ങളുമായി കൊണ്ടുവന്നത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലും വന്ന് ചോദിച്ചില്ല, യാ റസൂലല്ലാഹ്, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന, റസൂലേ, സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രവർത്തനം താങ്കൾ എനിക്ക് പഠിപ്പിച്ചു നൽകണം. വയുബാഇദുനി മിനന്നാർ, നരകത്തെ തൊട്ട് എന്നെ അകറ്റിക്കളയുന്ന പ്രവർത്തനം എനിക്ക് പഠിപ്പിച്ചു നൽകണം. പ്രവാചകന്റെ അടുക്കൽ ചോദിച്ചു വാങ്ങുകയാണ് ചെയ്യാനുള്ള പ്രവർത്തനത്തിൽ. എനിക്ക് സ്വർഗം വേണം, എനിക്ക് നരകമോചനം വേണമെന്ന്. മറ്റൊരിക്കൽ ഒരു അറാബി വന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന, റസൂലേ, എനിക്കൊരു കാര്യം പഠിപ്പിച്ചു നൽകണം, ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയണം. ആ നിലക്കുള്ള ഒരു പ്രവർത്തനം റസൂലേ എനിക്ക് പഠിപ്പിച്ചു നൽകണം. മറ്റൊരിക്കൽ വേറൊരു സഹാബി വന്നുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു അഹബ്ബനി അല്ലാഹ് വഅഹബ്ബനി അന്നാസ്, ഞാനൊരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇഷ്ടപ്പെടുന്ന, ജനങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനം റസൂലേ താങ്കൾ എനിക്ക് പറഞ്ഞു നൽകണമെന്ന്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അവരുടെ ആഗ്രഹം എന്താണ്? അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടണം, സ്വർഗത്തിൽ പ്രവേശിക്കണം, നരകപ്രവേശനം ഉണ്ടാകണം. ഈ ചിന്തയല്ലാതെ അവരുടെ മനസ്സിൽ മറ്റൊന്നുമില്ല. ഇതേപോലെ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന രൂപത്തിലാക്കി തീർക്കുവാൻ നമ്മൾക്ക് സാധ്യമാവുക. ഞാൻ എന്തു ചെയ്താലും എന്റെ റബ്ബ് സ്വീകരിക്കണം, ഞാൻ എന്ത് പ്രവർത്തിച്ചാലും എന്റെ റബ്ബ് കബൂലാക്കണം,
എന്ന ആഗ്രഹം ഉണ്ടാകുമ്പോൾ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റബ്ബിന്റെ മുമ്പിലേക്ക് കൈകെട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭൗതികമായ മറ്റൊരു ചിന്തയും ഉണ്ടാവുകയില്ല, വേറെ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരികയില്ല. അള്ളാഹുവിന് പരിപൂർണമായി മനസ്സും ശരീരവും സമർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുവാൻ ആ സന്ദർഭത്തിൽ നമ്മൾക്ക് സാധ്യമാകും. ഏതൊരു പ്രവൃത്തിക്കും അങ്ങനെ തന്നെയാണ്. റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലം ലഭിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ എല്ലാം നമുക്കത് സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിന്റെ 9-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചില്ലേ, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വ ഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം ആഗ്രഹിച്ചുകൊണ്ട്, പരലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, പരലോകത്തെ പേടിച്ചുകൊണ്ട് നിന്നുകൊണ്ടും കിടന്നുകൊണ്ടുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമസ്കരിക്കുന്ന, സുജൂദ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് കാണുവാൻ സാധ്യമാകും. അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, പരലോകത്തിൽ പേടി ഉണ്ടായിക്കൊണ്ട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇബാദത്തെടുക്കുവാൻ കഴിയും. ഉറങ്ങിക്കിടക്കുവാൻ അവർക്ക് സാധ്യമാവുകയില്ല. കിടന്നുറങ്ങുവാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇബാദത്തെടുക്കാതെ ഉറങ്ങി തൂങ്ങുന്ന അവസ്ഥയിലേക്ക് അവർ ഒരിക്കലും പോവുകയില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് സജ്ദയിൽ അല്ലാഹു വീണ്ടും പഠിപ്പിച്ചില്ലേ, തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅൻ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ റബ്ബിനെ പേടിച്ചുകൊണ്ട് തന്റെ പാർശ്വഭാഗങ്ങൾ കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് എടുത്തുയർത്തി രാത്രിയിൽ നമസ്കരിക്കുന്ന ആളുകൾ അള്ളാഹുവിനുണ്ട് എന്ന്. സഹോദരന്മാരെ, ആ കൂട്ടത്തിൽ നമ്മളുണ്ടോ? അള്ളാഹുവിനെ ആഗ്രഹിച്ചുകൊണ്ട് രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ വേണ്ട, സുബഹി നമസ്കരിക്കാൻ വേണ്ടി, ജമാഅത്തിന് വേണ്ടി നേരത്തെ പള്ളിയിലേക്ക് എത്താൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ ഉറക്കം അതിനു വേണ്ടി മാറ്റിവെക്കുവാൻ, അള്ളാഹുവിന് വേണ്ടി തങ്ങളുടെ ഉറക്കവും ആരോഗ്യവും സമയവുമെല്ലാം മാറ്റിവെക്കുവാൻ നമ്മൾക്ക് സാധ്യമാകുന്നുണ്ടോ? ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഉറക്കവും സമയവും മാറ്റിവെക്കുവാൻ എത്രയെത്ര യുവാക്കൾക്ക് സാധ്യമാകുന്നുണ്ട്. ലോക മത്സരങ്ങൾ വരുമ്പോൾ അത് നട്ടപ്പാതിരിയായിരുന്നാലും പുലർച്ചെയായിരുന്നാലും തന്റെ ഇഷ്ടപ്പെട്ട ടീമിന്റെ കളി കാണുവാൻ വേണ്ടി ഉറക്കമൊഴിച്ച് നേരത്തെ എഴുന്നേറ്റ് അതിനു മുമ്പിൽ പോയിരിക്കുവാൻ കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുത്തരം നൽകുവാൻ റബ്ബിന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി, നമസ്കാരങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ സാധ്യമാകുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തെ പരിശോധനാ വിധേയമാക്കുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. എന്നിട്ട് ഒരു തിരിച്ചുണ്ടാക്കുവാൻ, എഡിറ്റ് ചെയ്തുകൊണ്ട് റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങളുമായി മുന്നേറുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അത്തരം ആളുകൾക്ക് മാത്രമാണ് വിജയം ലഭിക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് സ്വീകാര്യോഗ്യമായ കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന അള്ളാഹുവിനെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരു ചിരിയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെയും, കർമ്മങ്ങൾ ചെയ്യുക എന്നതിനപ്പുറത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശവും പ്രാർത്ഥനയും കൂടി ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് മകൻ ഇസ്മായിലിനെയും കൂട്ടി കഅബ കെട്ടിപ്പടുക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ. ഇസ്മായിലിന്റെ കൂടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബയുടെ കല്ലുകൾ കെട്ടി ഉയർത്തുമ്പോൾ അവർ പ്രാർത്ഥിച്ചത് റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്നാണ്. പ്രവർത്തിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. പക്ഷേ ഈ പ്രവർത്തിച്ചത് റബ്ബ് കബൂലാക്കിയിട്ടില്ല എങ്കിൽ ആ പ്രവർത്തിച്ചത് മുഴുവൻ വേസ്റ്റ് ആയി പോകുന്ന അവസ്ഥയുണ്ടാകും. നമ്മൾ നമസ്കരിക്കാൻ പള്ളിയിൽ വരുന്നു, നമ്മൾ നോമ്പെടുക്കുന്നു, നമ്മൾ പലതും ചെയ്യുന്നു. ഇതെല്ലാം അള്ളാഹു കൽപ്പിച്ച കൂലി കിട്ടുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ പ്രവർത്തിച്ച കാര്യങ്ങൾ അള്ളാഹു കബൂലാക്കിയിട്ടില്ല എങ്കിൽ, സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ അധ്വാനവും സമയവും നഷ്ടമാണ്.
അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പതിവാക്കുവാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. എല്ലാ ദിവസവും രാവിലെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ പ്രഭാത പ്രാർത്ഥനകളുടെ ദിക്റുകളുടെ കൂട്ടത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമാക്കിയ ഒരു ദിക്ർ നമുക്ക് കാണുവാൻ സാധ്യമാകും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല എന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ ഞാൻ നിന്നോട് ഉപകാരപ്രദമായ അറിവ് ചോദിക്കുന്നു റബ്ബേ. വരിസ്ഖൻ ത്വയ്യിബ, നല്ല ത്വയ്യിബായ വിശിഷ്ടമായ ഉപജീവനം നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ. വഅമലൻ മുതഖബ്ബല, സ്വീകാര്യോഗ്യമായ പ്രവർത്തനങ്ങൾ അതും അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. കർമ്മങ്ങൾ ചെയ്തിട്ട് അത് സ്വീകരിക്കാതിരിക്കുന്ന അവസ്ഥാവിശേഷ ഏറെ ഭയാനകമാണ്. നാളെ പരലോകത്ത് പോകുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാകുന്നത് ഏറെ ഖേദകരമാണ്. അതുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനും വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥന സ്ഥിരമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ധാരാളമായി റബ്ബ് സ്വീകരിക്കുന്ന രൂപത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ആ രൂപത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന, അതെല്ലാം കബൂലാക്കുന്ന, അങ്ങനെ വിജയം കൈവരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.